ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ജാൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. 36,500 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് സെബി കണ്ടെത്തിയിരിക്കുന്നത്. ജാൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 45 രാജ്യങ്ങളിലായിട്ട് 2600ഓളം എംപ്ലോയീസ് പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് സെബി കണ്ടെത്തിയിരിക്കുന്നത് നിസ്സാരമായ തട്ടിപ്പല്ല, 36,500 കോടി രൂപയുടെ തട്ടിപ്പ് തന്നെയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ ഒരു മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ സെബി നിരീക്ഷണത്തിൽ എത്തുന്നത്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ അവർ എക്സ്പയറി ദിവസങ്ങളിൽ വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 2025 ഫെബ്രുവരി മാസം ജാൻ സ്ട്രീറ്റിന് സെബി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അവർ ക്യാഷ് മാർക്കറ്റിൽ ഇടപെടുന്നുണ്ട്. സെബി പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത് ഇൻഡസ് ഓപ്ഷൻ മാർക്കറ്റിൽ 43,289 കോടി രൂപ അവർ ലാഭമുണ്ടാക്കി. എന്നാൽ ക്യാഷ് മാർക്കറ്റിൽ ഫ്യൂച്ചറിലും സ്റ്റോക്ക് ഓപ്ഷനിലും ഗണ്യമായ നഷ്ടമുണ്ടാക്കി. പ്രധാനമായും ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിൽ അവർ 17,319 കോടി രൂപയുടെ ലാഭമുണ്ടാക്കി എന്നാണ് സെബിയുടെ കണ്ടെത്തലുകൾ. അപ്പോൾ അവർ ചെയ്തത് ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വൻതോതിൽ വാങ്ങുകയും പിന്നീട് വിൽക്കുകയും ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ കൃത്രിമമായിട്ട് ചലിപ്പിച്ചു. ഇത് ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ലാഭം ഉണ്ടാക്കി എന്ന് തന്നെയാണ് സെബി കണ്ടെത്തിയിരിക്കുന്നത്. ജാൻ സ്ട്രീറ്റിൻ്റെ അനുബന്ധമായ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഡിമാറ്റ് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. പണം പിൻവലിക്കുന്നത് തടയാനും അത് ബാങ്കുകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരവരുടെ ബിഗ് മണി ഉപയോഗിച്ചുകൊണ്ട് എത്ര വലിയ സ്റ്റോക്കുകളായി പോലും, ഇപ്പോൾ HDFC പോലുള്ള സ്റ്റോക്കുകൾ വളരെ വലിയ വെയിറ്റേജ് ഉള്ള ബാങ്ക് നിഫ്റ്റിയെ ചലിപ്പിക്കാൻ കഴിയുന്ന സ്റ്റോക്കുകളാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ സ്റ്റോക്കുകളും നല്ല വിലയിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. ആ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ ബൈ ചെയ്താൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ചലിക്കാൻ സാധ്യതയുള്ളൂ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ HDFC, SBI, ICICI, ആക്സിസ് ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളാണ് ബാങ്ക് നിഫ്റ്റിയെ വളരെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകൾ ബൈ ചെയ്തുകൊണ്ട് അവിടെ ഒരു മാനിപ്പുലേഷൻ നടത്താൻ കഴിയുന്ന ബിഗ് മണി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഇവിടെ പണം നഷ്ടപ്പെടുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയാണ്. ഓപ്ഷൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും, ആ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഓപ്ഷൻ ചെയിൻ നോക്കി ട്രേഡ് എടുക്കാൻ നേരത്ത് ഓപ്ഷൻ ചെയിനിൽ വലിയ രീതിയിലുള്ള കോളിലായാലും പുട്ടിലായാലും വലിയ രീതിയിലുള്ള വോളിയം കണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട് എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്, റീറ്റെയിൽ ട്രേഡേഴ്സിന് നഷ്ടം സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ബിഗ് മണി ഇട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അനധികൃതമായിട്ട് സമ്പാദിച്ച ആ തുക കെട്ടിവെക്കാനും സെബി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.